നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചാണ്. ഈ യുദ്ധം തുടങ്ങിയത് മുതൽ അവിടെ വളരെ ഭീകരമായ രീതിയിൽ റഷ്യൻ സൈനികർക്കിടയിലും ഒരു പരിധിവരെ യുക്രൈനിയൻ സൈനികർക്കിടയിലും വളരെ വലിയൊരു രോഗവ്യാപനം നടക്കുന്നുണ്ട്. ആ രോഗവ്യാപനം നടക്കുമ്പോൾ അത് ഉണ്ടാകുന്നതിന് കാരണമാകുന്നതും റഷ്യയുടെ ചില നയങ്ങളാണ് എന്നൊക്കെ ഉള്ള ആരോപണങ്ങളും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആ രോഗം എന്ന് പറയുന്നത് HIV ആണ്. റഷ്യൻ സൈനികർക്കിടയിൽ HIV പേഷ്യൻസ്, അതായത് HIV രോഗികൾ കൂടുന്നു എന്നുള്ള കണക്കുകളാണ് വരുന്നത്. ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിവരങ്ങളൊന്നും അവർ പുറത്തുവിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ദി കൈവ് ഇൻഡിപെൻഡൻറ്റ് പോലുള്ള പല വിദേശ മാധ്യമങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിനു മുൻപും വന്നിട്ടുണ്ട്. പക്ഷേ ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ഇപ്പോൾ റഷ്യൻ സൈനികർക്കിടയിൽ ഈ HIV രോഗബാധ പടരുന്നു എന്നുള്ളതാണ്. തടവുകാരെ പോലും അവർ HIV ബാധിതരായിട്ടുള്ള തടവുകാരെയൊക്കെ കൂലിപ്പട്ടാളത്തിനായി ഇറക്കുന്ന ഒരവസ്ഥ റഷ്യയിലുണ്ട്. നമുക്കറിയാം, 3 വർഷത്തിലേറെയായി റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട്. യുദ്ധം എന്ന് അവർ പറഞ്ഞില്ലെങ്കിൽ അതായത് സൈനിക നടപടികൾ എന്ന് പറയുമ്പോഴും ഈ ഒരു കാര്യം നീണ്ടുപോകാൻ തുടങ്ങിയിട്ട് 3 വർഷമാകുന്നു. 3 വർഷം ഒരു യുദ്ധം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് തകരാൻ ഇതിലധികമൊന്നും വേണ്ട. എന്നിട്ടും 3 വർഷം അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ആൾനാശമാണെങ്കിലും ആൾനാശവും ഉണ്ടായിട്ടുണ്ട്. 1 ലക്ഷത്തിലേറെ സൈനികരാണ് ഇരുഭാഗത്തുമായി ഈ 3 വർഷം കൊണ്ട് ഇല്ലാതെയായിരിക്കുന്നത്. ഇതിൻ്റെ കുറവ് നികത്തേണ്ടി വരുന്നത് ഈ 2 രാജ്യങ്ങളിലെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പരിധിവരെ മറ്റുള്ളവർ സൈനിക വൃത്തിയിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം നിലവിൽ ഈ 2 രാജ്യങ്ങളിലുമുള്ള സൈനികർക്ക് നാളെ എന്നൊരു സ്വപ്നമില്ല. അല്ലെങ്കിലും സൈനികർക്ക് എവിടെ നിന്നാണ് അത്തരത്തിലൊരു സ്വപ്നം? അവർ അന്നന്ന് അതായത് ഏത് രാജ്യത്തിൻ്റെ സൈനികരാണോ അവർ ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുകയാണ്. അവർക്ക് ഏത് നിമിഷവും തിരിച്ചുള്ള ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടാം. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ റഷ്യൻ പട്ടാളവും യുക്രൈനിയൻ പട്ടാളവും കടന്നു പോകുന്നത്. അവർക്ക് ഈ യുദ്ധം എന്ന് തീരുമെന്ന് പോലും അറിയില്ല. നമ്മുടെ നാട്ടിൽ ഒരു യുദ്ധം തുടങ്ങി, 4 ദിവസത്തെ യുദ്ധമായിരുന്നു. നമ്മൾ അടിച്ചു തകർത്ത് തീർത്തു. അതിനപ്പുറം ആ യുദ്ധം കൊണ്ടുപോകാൻ നമ്മുടെ രാജ്യത്തിനും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ആ യുദ്ധം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മുടെ രാജ്യം നന്നായി ചിന്തിച്ച് പഠിച്ചതിനു ശേഷം തന്നെയാണ് ആ യുദ്ധം തുടങ്ങി വെച്ചതും. അവർ അടിയറവ് പറഞ്ഞു, അല്ലെങ്കിൽ പാകിസ്ഥാനെ കൊണ്ട് നമ്മൾ അടിയറവ് പറയിച്ച സാഹചര്യം ഈ 4 ദിവസത്തിനുള്ളിലുണ്ടായി. ഇത് നാറ്റോ രാജ്യങ്ങളും ചേർന്നുകൊണ്ടുള്ള യുദ്ധമാണ്. അവർക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങളും ഇതിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നീണ്ടു പോവുകയും ചെയ്യും. ഈ നീണ്ടു പോകുന്ന യുദ്ധത്തിനിടയിൽ സൈനികർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇതിനിടയിലാണ് അവർ സുരക്ഷിതമല്ലാത്ത ലൈംഗികത, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയവയിലേക്കൊക്കെ പോകുന്നത്. കൂടാതെ കോണ്ടം പോലുള്ള സുരക്ഷിത മാർഗങ്ങൾ ലഭിക്കാനുള്ള അവയുടെ ലഭ്യതക്കുറവ് വരെ അവിടെയുണ്ട്. സാധാരണ പരിക്കേറ്റ അവരെ ചികിത്സിക്കുന്നതിന് ഉപയോഗപ്പെടുത്താവുന്ന ആശുപത്രികളോ ബാക്കിയുള്ള സംവിധാനങ്ങളിലോ വരെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. പരിക്കേറ്റ സൈനികർക്ക് രക്തം നൽകുന്നതിലൂടെ HIV ബാധ പകരുന്നുണ്ട്. ഫീൽഡ് ആശുപത്രി, അതായത് പരിക്കേറ്റവരെയൊക്കെ ചികിത്സിക്കുന്ന ഫീൽഡ് ആശുപത്രികളിലെ ഉപയോഗിച്ച സിറഞ്ചുകൾ പുനരുപയോഗിക്കുന്ന സാഹചര്യം പോലും റഷ്യയിലുണ്ട് എന്നാണ് പറയുന്നത്. റഷ്യയിലുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും യുക്രൈൻ്റെ കാര്യത്തിലും ഇത് സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതൽ തന്നെയാണ്. കൂടാതെ യുക്രൈനിൽ അധിനിവേശം നടത്തുമ്പോൾ അവിടെയുള്ളവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു രീതി വഴിയും യുക്രൈനിലേക്ക് HIV പടരുന്നുണ്ട്. അതായത് HIV ബാധിതരായിട്ടുള്ള സൈനികരാണ് ഈ പീഡന ശ്രമം ഉൾപ്പെടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ യുക്രൈനിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പടരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
ഏതാണ്ട് ഇതുവരെയും 2000% വർധനയാണ് HIV ബാധിതരുടെ എണ്ണത്തിൽ ഈ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. 2022 അവസാനത്തോടെ റഷ്യൻ സേനയിൽ ഉണ്ടായിരുന്ന കണക്ക് എന്ന് പറയുന്നത് 13%, അതായത് 13 മടങ്ങ് വർധനയാണ്. അത് 2024 അവസാനം എത്തുമ്പോൾ 20 മടങ്ങ് വർദ്ധിക്കുന്നു. ഇത് വളരെ കുത്തനെയുള്ള ഒരു വർധനയാണ് രേഖപ്പെടുത്തുന്നത്. യുദ്ധമുഖത്ത് സൈനികർ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദം, അതായത് ജീവൻ മരണ പോരാട്ടത്തിലാണ് അവർ. ഇതിനെ തുടർന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും നാളെ ഒരു ജീവിതമില്ല എന്നുള്ള വിശ്വാസം, സുരക്ഷ, ഇതൊക്കെയും ഇന്ന് തീരുമെങ്കിൽ എന്ത്, അപ്പോൾ പിന്നെ ഇതിനിടയിൽ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ ഇവർ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതലാക്കാൻ സാഹചര്യം ഉപയോഗിക്കുന്നുണ്ട്. രക്തം സ്വീകരിക്കാനും മുറിവുണക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അണുവിമുക്തമല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇതിനേക്കാൾ ഉപരി മറ്റൊരു ഭീതിതമായ കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് ജയിലിൽ തടവിൽ കഴിയുന്ന HIV ബാധിതരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അവരോട് ചോദിക്കുന്നത്, അതായത് അവർക്ക് HIV ബാധിതർക്ക് നൽകേണ്ട ആൻറ്റിവൈറൽ തെറാപ്പി അവിടെ കിട്ടാനുള്ള സാഹചര്യമില്ല. ആ സാഹചര്യമില്ലാതെ ഇരിക്കുമ്പോൾ അവർ സ്വാഭാവികമായും മരണത്തിന് കീഴ്പ്പെടുക, സാവധാനം മരണത്തിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ആ തെറാപ്പി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് മുന്നിലേക്ക് ഇവർ വെക്കുന്ന ഉപാധി എന്ന് പറയുന്നത് വേഗത്തിലുള്ള മരണമാണോ സാവധാനത്തിലുള്ള മരണമാണോ വേണ്ടത് എന്നുള്ളതാണ്. അതായത് ഈ തെറാപ്പി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇവർ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു, അതിനവർ വാക്ക് കൊടുക്കുന്നു. ഇതുകൊണ്ട് തന്നെ സൈനികരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇവരെ നിലനിർത്തേണ്ടത് റഷ്യയുടെ ആവശ്യമായതുകൊണ്ടുകൂടി ഈ തെറാപ്പി, ആൻറ്റിവൈറൽ തെറാപ്പി ഇവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ സാവധാനത്തിലുള്ള മരണത്തിലേക്കാണ് അവർ കടന്നു പോകുന്നത്. ഒരു പരിധിവരെ HIV വൈറസിനെ ഉൾപ്പെടെയുള്ള ഇതിനെയൊക്കെ പ്രതിരോധിക്കുമെങ്കിലും ഇത് പൂർണ്ണമായിട്ടും രോഗമുക്തി നൽകുന്ന ഒരു കാര്യമല്ല ഈ തെറാപ്പി. പക്ഷേ ഇതിന് ചെലവ് ഏറെയാണ്. സമ്പന്നർ മാത്രമാണ് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. യുക്രൈനിയൻ സൈന്യത്തിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഈ സൈന്യത്തിൻ്റെ ഈ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന 5-ൽ ഒരാൾ HIV പോസിറ്റീവാണ് എന്നാണ് പറയുന്നത്. ജീവൻ നിലനിർത്താൻ ഉപയോഗിക്കുന്ന ആൻറ്റിവൈറൽ മരുന്നുകൾ ലഭ്യമാകുന്ന കരുതിയിട്ടാണ് ഇവരൊക്കെയും സൈന്യത്തിലേക്ക് വരുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെറാപ്പി ലഭിക്കുന്നത് കൊണ്ട് വൈറസിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ഇത് ദുർബലമായ പ്രതിരോധ ശേഷി കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അണുബാധകളെ ചെറുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. തിമൂർ എന്ന് പറയുന്ന ഒരു തടവുകാരൻ, അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ജയിലിൽ ഫലപ്രദമായിട്ടുള്ള മരുന്നില്ല. വേഗത്തിലുള്ള മരണമാണോ സാവധാനത്തിലുള്ള മരണമാണോ ഇയാൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് സാവധാനം മരിച്ചാൽ മതി, അത്രയും നാൾ ജീവിക്കാൻ ആർക്കും താല്പര്യമുണ്ടാകുമല്ലോ, സാവധാനം മരിച്ചാൽ മതി. അതുകൊണ്ട് ഇയാളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. ഈ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇയാൾക്ക് ആൻറ്റിവൈറൽ തെറാപ്പി കൊടുക്കുകയാണ്. അതുകൊണ്ട് അയാൾ ഇതിലേക്ക് വരികയാണ്. ഇതേ അവസ്ഥ തന്നെ മറ്റൊരു കൂലിപ്പടയാളി കൂടി പറയുന്നുണ്ട്. റസ്ലാൻ എന്ന് പറയുന്ന ഈ കൂലിപ്പടയാളി പറയുന്നത് ഇയാൾ മയക്കുമരുന്ന് കച്ചവടത്തിന് ശിക്ഷിക്കപ്പെട്ട് 10 വർഷത്തിലധികമായി ജയിലിൽ കഴിയുകയാണ്. 10 വർഷവും പ്ലസ് 1 വർഷം കൂടി കഴിഞ്ഞു. അയാളുടെ മുന്നിലും ഇത്തരത്തിലുള്ള ഒരു ഉപാധി വയ്ക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ HIV ബാധിതരായിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരുടെ മുന്നിൽ ഈ ഒരു ഉപാധി വയ്ക്കുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കുന്നത് സൈന്യത്തിലേക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്നുള്ള തീരുമാനമായിരിക്കും. അപ്പോൾ ഇയാളും സൈന്യത്തിലേക്ക് എത്തിച്ചേരപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, തടവുകാരെ വരെ ഇത്തരത്തിൽ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ട അവസ്ഥ. ഈ റിക്രൂട്ട് ചെയ്യുന്നതാകട്ടെ HIV ബാധിതരിലേക്ക്. ഇവരെ റിക്രൂട്ട് ചെയ്തില്ലെങ്കിൽ പോലും അവിടെ HIV ബാധ വളരെ ക്രമാതീതമായി ഉയരുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇതേ അവസ്ഥ യുക്രൈനിയൻ സൈന്യത്തിലുമുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. യുക്രൈനിയൻ മാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം അവർ പരസ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് അവർ പറയുന്നത് റഷ്യൻ സൈനികർ ഇവർ അധിനിവേശം നടത്തുമ്പോൾ അവിടെയുള്ളവരെ ബലാത്സംഗം ചെയ്യുകയും അതുവഴി മറ്റുള്ളവരിലേക്കൊക്കെ HIV
പകരുകയും ചെയ്യുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇതൊരു ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. UNAIDS പ്രകാരം 2022 മുതൽ പുതിയ HIV കേസുകളുടെ കാര്യത്തിൽ റഷ്യ ആദ്യ 5 രാജ്യങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. ഇത് വലിയൊരു സാമൂഹിക വിപത്ത് കൂടിയായി റഷ്യക്ക് മാറും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്നാലും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധത്തിനൊരു അറുതി വരേണ്ടതും റഷ്യ എത്ര വലിയ രാജ്യമാണെങ്കിലും ഏതൊരു രാജ്യത്തിനും യുദ്ധം തുടരുന്നത് അത്ര നല്ല കാര്യമല്ല. ഇതിനൊരു ശമനമുണ്ടാവുക അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇരുഭാഗത്തിനും നല്ലതായിരിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷെ അതിലേക്ക് ഇവർ 2 രാജ്യങ്ങളും എത്തിച്ചേരേണ്ടതുമുണ്ട്. ഇതിനിടയിൽ നിന്ന് തിരികത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ എണ്ണയൊഴിച്ച് കൊടുക്കുന്ന രാജ്യങ്ങളുടെ മനസ്സിലിരിപ്പ് യുക്രൈൻ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവരുടെ രാജ്യത്തേക്കും സ്വാഭാവികമായിട്ടും ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പടർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു സാമൂഹിക വിപത്തായി തന്നെ മാറുമെന്നാണ് കരുതേണ്ടത്.